ഹായ് ഹലോ. ഒരു 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള തടി ചെതിലെടുത്തു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഇത് കണ്ടോ, അസല് തേക്കിന്റെ തടിയായിരുന്നു, പക്ഷേ ചെതിലെടുത്തു പോയി. അതായത് വീടിന്റെ മറ്റും മച്ചിനും ഒക്കെ ആയിട്ട് ഇട്ടിരുന്ന ഒരു തടി വെച്ചിട്ട് കട്ടില പണിതാണ്. ഫ്രണ്ട് കട്ടിലായിരുന്നു, പക്ഷെ നനവും ഇതും കൂടുതലായിട്ട് വരികയും വഞ്ചതിൽ കയറുകയും ചെയ്തതോടെ തടി മുഴുവൻ ഫുൾ, ഒരു തടി വെള്ളം പോലും ഇല്ലാതിരുന്ന ഫുൾ കാതൽ തടി ഈ കാണുന്ന രീതിയിൽ അത് മുഴുവൻ തിന്ന് നശിപ്പിച്ചു. അപ്പോൾ തടി കാതലുള്ളതാണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പുറമേ നോക്കുമ്പോൾ ഇത് ഉരുക്ക് പോലിരിക്കുന്ന തടിയായിരുന്നു, പക്ഷെ അതിൻ്റെ അകത്ത് വഞ്ചതിൽ കയറി. അപ്പോൾ നമ്മൾ ഈർപ്പം പറ്റാത്ത രീതിയിൽ, അതായത് പെര തുടയ്ക്കുമ്പോഴും മറ്റും ഒരുപാട് വെള്ളം കട്ടിലയുടെ പടിയുടെ അങ്ങോട്ടൊക്കെ ഒഴിച്ച് ഇടാതെ അവിടെയൊക്കെ നോർമലായിട്ട് തുണി മുക്കി തുടച്ചെടുക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തടിയിലേക്ക് വെള്ളം ഇറങ്ങുകയും പിന്നെ ചെതല ആ ഏരിയകളെ പോയി കഴിഞ്ഞാൽ ഓടി വന്ന് ഈ കാണുന്ന രീതിയിൽ തിന്ന് തീർക്കുകയും ചെയ്യും. ഇതിപ്പോൾ വെള്ളം നനവ് നിന്നാലാണ് തടി കുഴിച്ചു വന്നിട്ട് ഇതുപോലെ ഇത് സംഭവിച്ചത്. അപ്പോൾ ഈ പണി ഒരു കൽപ്പണിക്കാരോട് അത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു. നമ്മൾ കട്ടില പണിത് കൊടുത്തു, പക്ഷെ അതൊന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു കട്ടില മാത്രം ഉള്ളത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് അങ്ങ് ചെയ്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഇവിടെ ആ കട്ടില, പഴയ കട്ടില എടുത്ത് മാറ്റി പുതിയ കട്ടില വെച്ച് ആ സിമെന്റ് ഇട്ട് ഉറപ്പിക്കുകയായിരുന്നു. ഓൾറെഡി ഒരു കട്ടില ഇരുന്നിടത്ത് വേറൊരു കട്ടില വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള പണിയല്ല. അവിടുത്തെ പരിക്കലും ടൈലും മറ്റും പോകാതെ കുറച്ച് ശ്രദ്ധയോടെ തന്നെ വേണം ചെയ്യാൻ. അതുകൂടാതെ നമ്മൾ ക്ലാമ്പും സെറ്റ് ചെയ്യണം, പിന്നെ അത് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കണം. ഒരുപാട് പരിക്കനൊക്കെ പൊട്ടാതെ നമുക്ക് ആ ഭിത്തിയുടെ ഉള്ളിലേക്ക് ആ കട്ടിലേനെ സെറ്റ് ചെയ്യണം. അത് കാരണം കുറേ അധികം നീണ്ടു നിന്ന പുച്ഛം നമ്മൾ കുറച്ച് കണ്ടിച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഇറക്കി ബാക്കിയുള്ള ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്യണം. ജിൻഡിൽ വർക്ക് അവിടെ ഉള്ളതുകൊണ്ട് പലതവണ വെക്കുകയോ ഊരുകയും ചെയ്ത് കോൺക്രീറ്റ് തള്ളി നിൽക്കുന്ന കുത്തി വയ്ക്കാണ് നമ്മളതവിടെ സെറ്റ് ചെയ്തെടുത്തത്. കൽപ്പണിക്കാര് പണിത് വെച്ചില്ല എന്നോർത്തുകൊണ്ട് നമ്മൾ തൂക്കമൊന്നും നോക്കാതെയല്ല, ഒരു തൂക്കോട്ട വെച്ച് കറക്റ്റായിട്ട് എല്ലാ സൈഡിൽ നിന്നും തൂക്കെല്ലാം നോക്കി തന്നെയാണ് നമ്മൾ അത് ചെയ്തത്. രാവിലെ തന്നെ ഞാനും അച്ഛയും വന്ന് കട്ടില വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടിട്ട് പോയി. പിന്നെ ഒരു വൈകുന്നേരത്തോടു കൂടി ഞാനും സുനുവും വന്നിട്ടാണ് പരിക്കനെല്ലാം വെച്ച് അടച്ചത്. പരിക്കൻ സൈഡിലേക്ക് വെട്ടിക്കയറ്റുക എന്നുള്ളത് ഒരു ചില്ലറ ടാസ്ക് അല്ല. കട്ടില ഓൾറെഡി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പാണ് സൈഡിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പ് മുഴുവൻ നമ്മൾ ഫില്ല് ചെയ്യണം. ഇനി ഒരു തരി പോലും ഗ്യാപ്പ് ഇടാൻ പറ്റില്ല, കാരണം ഡയറക്റ്റായിട്ട് മണ്ണിൻ്റെ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ചെതിൽ പിന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പരിക്കൻ കുറച്ച് സിമെൻ്റെല്ലാം കൂട്ടി ഉണ്ടാക്കിയെടുത്ത് അത് അത്യാവശ്യം ലൂസാക്കി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഒരു 2-2.5 ചട്ടിയോളം നമ്മൾ ആ കട്ടിലയുടെ സൈഡിലായിട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ കുത്തി മുകളിൽ നിന്ന് തന്നെ കുത്തി താഴത്തേക്ക് ഇടുവാണ്. അപ്പോൾ മുകളിൽ നിന്ന് തന്നെ അത് ഇടുമ്പോൾ താഴെ വരെ എത്തുമായിരുന്നു. അതുപോലെ ഇത് കാണുന്ന രീതിയിൽ കൈയൊക്കെ കാര്യം പറഞ്ഞാൽ പൊള്ളിപ്പെറുക്കി പോയി, എന്നാലും അത് നല്ല രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു സെറ്റ് പരിക്കനങ്ങ് ഫില്ല് ചെയ്ത് പെറുക്കി മൊത്തം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കൊലശ്ശേരി വെച്ചിട്ട് അത്ര കറക്റ്റായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പുട്ടി ബ്ലേഡ് വെച്ചിട്ട് കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്ത് ബ്രഷ് അടിച്ച്. ഈ കാണുന്ന രീതിയിലാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വൈറ്റ് സിമെൻറ്റും വെച്ചടച്ചു, ബാക്കിലെ അത് പരിക്കനും വെച്ചടച്ചു. ഇനി അടുത്ത തവണ പെയിൻറ്റിങ്ങിൽ അതങ്ങ് റെഡി ആയിക്കോളും.